ദിവസമായി ഞാൻ ഈ വാർത്ത ചെയ്തിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. ഓർഡിനറി ബസ്സിൽ മാത്രം ഇത് നടപ്പാക്കിയാൽ 57 കോടിയുടെ നഷ്ടം മാസത്തിൽ. അടിപൊളി അടിപൊളി. ഒരു മാസം 57 കോടിയുടെ നഷ്ടം. സ്ത്രീകളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, KSRTC യാത്ര ഫ്രീ എന്ന് പറഞ്ഞൊരു മോഹന സുന്ദര നടക്കാൻ പോവാത്ത ഒരു വാഗ്ദാനവും പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ അധികാരത്തിൽ കയറിയത്. ആ വാഗ്ദാനം ഒരുപക്ഷെ ഇവിടുത്തെ സ്ത്രീകൾ മുഴുവൻ ഏറ്റെടുത്ത ഒരു വാഗ്ദാനം നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തരത്തിലേക്കാണ് വാർത്തകൾ മുഴുവൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് TVയിൽ വന്ന വാർത്തയാണ്. ഒരൊറ്റ മാസം കൊണ്ട് 50 കോടിക്ക് അപ്പുറത്തേക്കുള്ള നഷ്ടം KSRTCക്ക് ഉണ്ടാവും. അത് ഓർഡിനറി ബസ്സിൽ മാത്രം ഇങ്ങനെ ഫ്രീ യാത്ര അനുഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോഴാണെങ്കിൽ അതിൽ മാത്രം 50 കോടിയാണെങ്കിൽ ബാക്കിയുള്ളതോ വാർത്ത കേൾക്കുന്നില്ല. കൂടാതെ സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകൾക്ക് 65 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാകുക. ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 90 കോടിയുടെ നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടിയായിരിക്കും. 112 കോടി സുഹൃത്തുക്കളെ, 112 കോടി ഒറ്റ മാസം നഷ്ടം. 2 രൂപ 3 രൂപ അല്ല സുഹൃത്തുക്കളെ, 112 കോടി രൂപ ഒറ്റ മാസം KSRTCക്ക് നഷ്ടമുണ്ടാകും സ്ത്രീകൾക്ക് മുഴുവൻ യാത്ര അനുവദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ബാക്കി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ആലോചിക്കാം. 24-ൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ KSRTCയിലെ ബസ് യാത്ര, സ്ത്രീകൾക്കായിട്ടുള്ള ബസ് യാത്ര ജൂൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം. ഇനിയിപ്പോ എന്തോ ഒരു 1800 കോടിയോളം രൂപ ഇപ്പൊ കടമെടുത്തു എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. കൺഫർമേഷനിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ UDF ഗവൺമെന്റ് കടമെടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമല്ല. ഒരു 1800 കോടി അതങ്ങ് LDF ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് കുത്തിച്ചോറാക്കിണ്ടാവും. ശരി, സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇത് നടപ്പാക്കാൻ പോകുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. കേരളത്തിലെയും ഒപ്പം തന്നെ KSRTC വീണ്ടും കടക്കണിയിലേക്ക് എത്തിക്കുക എന്നുള്ള പറയുന്ന പരിപാടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പല ആളുകൾ അത് മനസ്സിലാക്കില്ല. അതൊരു മോഹന സുന്ദര വാഗ്ദാനമായി അവർക്ക് വോട്ട് ചെയ്ത് അവർ ജയിച്ചു. ഇപ്പോഴത്തെ കണക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒറ്റ മാസം വരുന്നത് 112 കോടി എന്ന് വെച്ചാൽ 100 കോടി. 2 മാസമാകുമ്പോൾ 200, 3 മാസമാകുമ്പോൾ 300 കോടി, 4, 5 എത്ര കോടികൾ നഷ്ടമാണ് ഒരൊറ്റ വർഷം മാത്രം ഉണ്ടാവുന്നത്. അതൊരു 5 വർഷത്തേക്ക് എത്തുമ്പോഴേക്ക് ഈ KSRTC പൂട്ടിക്കെട്ടിയിട്ട് സീൽ വെച്ചിട്ടുണ്ടായിരിക്കും. അത് വേണോ? അപ്പൊ സ്ത്രീകളെ, ഇനിയിപ്പോ പറയാൻ പോകുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ ഭംഗിയായിട്ട് ചിരിച്ച് നിങ്ങൾ പറയും അത് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു യാത്ര അവസാനിപ്പിക്കാം. ഒന്നുകിൽ ഈ യാത്ര വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമുള്ള ടൂറായിട്ട് നിങ്ങൾ മാറ്റേണ്ടി വരും. ടൂർ അടിക്കണം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരൊക്കെ അല്ലേ, ഒന്ന് കുറയ്ക്കുക, ഒക്കെ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഒരു 5 കിലോമീറ്റർ ടൂറ് അല്ലെങ്കിൽ 10 കിലോമീറ്റർ ടൂറൊക്കെ ആയിട്ട് ഇതിന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ പിങ്ക് ബസ്സുകൾ ഇറക്കും. നിലവിലുള്ള ബസ്സിന്റെ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിങ്ക് ബസ്സുകൾ ഇറക്കും. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം, ഓൺലി ഫോർ വുമൺ. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള. അതും ചിലപ്പോൾ ഒരു ജില്ലയിൽ ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴൊക്കെ ഒന്ന് പോവും. ആഴ്ചയിൽ ഒരു തവണ മാത്രം അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ മാത്രം എന്ന നിലയ്ക്കൊക്കെ അത് ചുരുക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തൊക്കെയായിരുന്നു ഇത് നടക്കൂല എന്നൊക്കെ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ട് കയറും. അതൊക്കെ തന്നെ മതി, മുണ്ടായിരിക്കും, കാര്യം പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാ യാത്രാമോഹികൾക്കും ഈ ദുഃഖവാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബൈ.